ശ്രീ നിഷാദ്, ഇപ്പോൾ ഞാൻ അങ്ങയുടെ പോലും വാദത്തെ തള്ളിക്കളയാണ്. അങ്ങ് നേരത്തെ ശൈലജ ടീച്ചറെ പറഞ്ഞത് എന്തോ ഹൈ പ്രൊഫൈൽ നേതാവ് എന്നാണ് അങ്ങ് നേരത്തെ ശൈലജ ടീച്ചറെ പറഞ്ഞത്. അതായത് തോൽവി തൊട്ട് തീണ്ടാത്ത, കേരള രാഷ്ട്രീയത്തിൽ എവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചാലും വിജയിക്കാൻ പറ്റുന്ന ഒരു ട്രബിൾ ഷൂട്ടർ ആണ് കെ ശൈലജ എന്ന കണക്കിനാണ് അങ്ങ് പോലും അവതരിപ്പിച്ചത്. നോക്കൂ, 1,15,506 വോട്ടുകൾക്കാണ് അവർ വടകരയിൽ തോറ്റുപോയത്. അതായത് അവരുടെ തൊട്ടു മുമ്പുള്ള ഇലക്ഷന്, റൈറ്റ് ഇമ്മീഡിയറ്റ് ഇലക്ഷന് അവർ തോറ്റുപോയത് 1,15,506 വോട്ടുകൾക്കാണ്. നിസാര ഭൂരിപക്ഷമല്ല കേട്ടോ ശ്രീ ഷാഫി പറമ്പിലിന് കിട്ടിയത്. 2, കോവിഡിന്റെ കാലത്തെ കാര്യം ഇടതു പ്രതിനിധി പറയുന്നത് കേട്ടു. കോവിഡ് കാലത്ത് ഈ സമൂഹത്തെ ആകെ അങ്ങ് ചേർത്തു പിടിച്ച് രക്ഷിച്ചെടുത്ത നേതാവാണ് കെ ശൈലജയും അതിന് നേതൃത്വം കൊടുത്ത സഹാവ് പിണറായി വിജയനും എന്ന് പറയുമ്പോൾ, കോവിഡിന് ശേഷം ആ സമയത്ത് ഇവരുടെ PR എക്സസൈസ് മെയിനായിട്ടും അതായിരുന്നു. കോവിഡിന് ശേഷം 2025 ബഹുമാനപ്പെട്ട CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അവർ സമർപ്പിച്ചൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഏതാണ്ട് 300% അധികം കൊടുത്തുകൊണ്ടാണ് 545 രൂപയ്ക്കെങ്കിലും കിട്ടേണ്ടിയിരുന്ന PP കിറ്റ് 1550 രൂപയ്ക്ക് മേടിച്ചെന്നും, അങ്ങനെ 10.53 കോടി രൂപയുടെ നഷ്ടം പൊതുഖജനാവിനുണ്ടാക്കിയെന്നും CAGയുടെ റിപ്പോർട്ട് മുമ്പിൽ നിൽക്കുന്നുണ്ട്. അത് ചൂണ്ടുപലകയായി നിൽക്കുന്നത് കെ ശൈലജയുടെ മുഖത്തേക്കാണ്. ആയതുമായി ബന്ധപ്പെട്ട ഒരു കേസും CAGക്കെതിരെ കൊടുക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. CAGയെ ചലഞ്ചും ചെയ്തിട്ടില്ല. അപ്പോൾ അഴിമതിയുടെ കറ പുരളാത്ത, തോൽവിയുടെ അംശമേൽക്കാത്ത നേതാവ് എന്നൊക്കെ പറഞ്ഞ് കെ ശൈലജയെ അവതരിപ്പിക്കുന്നതിൽ എത്ര കണ്ട് വസ്തുതയുണ്ട് എന്നത് കേരള പൊതുമനസാക്ഷി വിലയിരുത്തേണ്ടതാണ്. ഇനി ഞങ്ങൾക്ക് പേരാവൂരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഞങ്ങളുടെ പ്രധാനപ്പെട്ട സീറ്റുകളിലോ, ഇപ്പൊ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും 1-ാം നമ്പർ സീറ്റുകളിലേക്ക് ആര് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്നേ, ആരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റ് സീറ്റിൽ സഹാവ് പിണറായി വിജയൻ വന്ന് മത്സരിക്കട്ടെ, എന്താ പ്രശ്നം? എന്നാലും അവിടെ ഞങ്ങൾ ജയിക്കും. ഇനി KPCC പ്രസിഡന്റിന്റെ സീറ്റിലേക്ക് കെ ശൈലജയോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷോ മറ്റാരും വന്നോട്ടെ. അതിനിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മെയിൻ ചർച്ച പ്രതിപക്ഷ നേതാവിൻ്റെ സീറ്റിലേക്ക് ഇതാ വരാൻ പോകുന്നു, ഏതോ ഒരു പ്രധാനപ്പെട്ട നേതാവ് അവൻ വരുന്നു. ഈ അവൻ ആരാണെന്ന് ഇവർക്ക് പോലും അറിയില്ല. ഏതെങ്കിലും ഒരാളെ കൊണ്ടുപോയി മത്സരിപ്പിക്കട്ടെ, ബലിയാടാവാൻ ഏതെങ്കിലും നേതാക്കൾ തയ്യാറാവുമോ? അപ്പോൾ ഘട്ടം ഘട്ടമായി ഇപ്പോൾ അങ്ങ് ഉദ്ദേശിക്കുന്ന KPCC പ്രസിഡന്റ് സീറ്റാവട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സീറ്റാവട്ടെ, ഇതൊക്കെ ഇടത് കോട്ടകളായിരുന്നു. അതവർ തിരിച്ചു പിടിച്ചതാണ്. വലിയ ഭൂരിപക്ഷത്തിനല്ല, ചെറിയ മാർജിനിൽ ആദ്യം തിരിച്ചു പിടിച്ച് ഘട്ടം ഘട്ടമായി അവിടെ ജനസമ്പർക്കവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു നിന്ന് ഘട്ടമായി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് മുമ്പോട്ട് പോയിട്ടുള്ള നേതാക്കളാണ് ഇവർ രണ്ടുപേരും. ഞങ്ങളുടെ എല്ലാ സീറ്റുകളും, ഒട്ടുമിക്ക സീറ്റുകളും അങ്ങനെയാണ്. അപ്പം ഞങ്ങൾക്ക് അവിടേക്ക് ഇനിയിപ്പോൾ പിണറായി വിജയൻ, ഇവർക്ക് മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സഹാവ് പിണറായി വിജയനാണല്ലോ. ആ പിണറായി വിജയൻ വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങൾ ഇത്തവണ ധർമ്മടം അടക്കമുള്ള സീറ്റുകളിൽ വെറുതെ അങ്ങ് തോൽക്കാൻ നിൽക്കുകയല്ല. ധർമ്മടം അടക്കമുള്ള സീറ്റുകളിൽ ഞങ്ങൾ ജയിക്കാനാണ് പ്ലാനിങ്ങുമായി ഇറങ്ങുന്നത്. ഞങ്ങളുടെ A ക്ലാസ് നേതാക്കൾ, ഞങ്ങളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള നേതാക്കൾ, ഞങ്ങളുടെ ജനങ്ങളുമായി ബന്ധമുള്ള നേതാക്കൾ, ജനങ്ങളുമായി ആഴ്ന്നിറങ്ങിയ ബന്ധമുള്ള നേതാക്കൾ, ഏതു മണ്ഡലത്തിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന തക്കവണ്ണത്തിലുള്ള നേതാക്കൾ ഈ തവണ ധർമ്മടത്തടക്കം മത്സരിക്കും. അങ്ങനെ മത്സരിച്ച് 100 സീറ്റുകളിലേക്ക് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ വലിയ മരങ്ങൾ കടപുഴകി വീഴുന്നത് കാണേണ്ടി വരും നിഷാദേ. ആ വലിയ മരങ്ങൾ ആകെ കടപുഴകി വീഴുമ്പോൾ ഇവർ വീണ്ടും പറയും, അയ്യോ ഇത് കോൺഗ്രസ് അങ്ങനെയാണ്, കോൺഗ്രസ് ഇങ്ങനെയാണ്, ഇടതുപക്ഷം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. ഇടതുപക്ഷത്തിന് എന്തോ ജനാധിപത്യമായ സംഘടനാ സംവിധാനമുണ്ട്, രാഷ്ട്രീയകാര്യ സമിതി അല്ല എന്നൊക്കെയാണ് ഇടതു പ്രതിനിധി പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുത്ത 1-ാം നമ്പർ നേതാവാണല്ലോ സഹാവ് MA ബേബി. ആരാ കോമ്രേഡ് MA ബേബി? അദ്ദേഹമാണ് നിങ്ങളുടെ പാർട്ടിയുടെ ഇന്ത്യയിലെ പാർട്ടിയാണല്ലോ ഇത്, ആ ഇന്ത്യയിലെ പാർട്ടിയുടെ 1-ാമൻ. അദ്ദേഹത്തെ നിങ്ങൾ 2 വിഷയത്തിൽ വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഒന്ന്, ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം തന്നെ അത് റദ്ദ് ചെയ്തു.